നിലമ്പൂരിൽ നിന്ന് വിധിയെഴുത്താണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 7 മണിക്ക് മാങ്കുത്ത് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യും. PV കുട്ടൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കുട്ടൻ, 21 ദിവസത്തെ പരസ്യ പ്രചാരണങ്ങൾക്ക് ശേഷം നിലമ്പൂർ ഇന്ന് വിധിയെഴുതുകയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. സ്വരാജ് ഇന്ന് 7 മണിക്ക് മാങ്കുത്ത് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് ചെയ്യാനെത്തുന്നത്. കുട്ടനൊപ്പം തന്നെ നിർഭനും ചേരുന്നുണ്ട്. ആദ്യം ഞാൻ കുട്ടനിലേക്ക് പോവുകയാണ്. കുട്ടൻ, എങ്ങനെയാണ് വിവരങ്ങൾ? ആര്യ, കഴിഞ്ഞ 21 ദിവസമായി നടന്ന വാശിയേറിയ പ്രചാരണങ്ങൾക്കൊടുവിൽ ഇന്ന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. വളരെ ആവേശം നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ നിലമ്പൂരിലേക്കായിരുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പുള്ള വോട്ടിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് M സ്വരാജ്, LDF സ്ഥാനാർത്ഥി M സ്വരാജ് വോട്ട് ചെയ്യുന്ന മാങ്കൂത്ത് ലോവർ പ്രൈമറി സ്കൂളിലാണ്. ഇവിടെ 202-ാം ബൂത്തിലാണ് M സ്വരാജ് വോട്ട് ചെയ്യുന്നത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങളൊക്കെ രാവിലെ തന്നെ പൂർത്തിയായി. മോക്ക് പോൾ രാവിലെ 5:30 മണിക്ക് തന്നെ ആരംഭിച്ചിരുന്നു. ഇവിടെ മണ്ഡലത്തിലാകെ 2,32,381 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 1,13,613 പുരുഷ വോട്ടർമാർ, 1,18,760 സ്ത്രീ വോട്ടർമാർ, ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 8, അങ്ങനെയാണ് കണക്കുകൾ. അതോടൊപ്പം തന്നെ ആകെ 263 ബൂത്തുകളാണുള്ളത്. ഇതിൽ 11 ബൂത്തുകൾ പ്രശ്നസാധ്യതാ ബൂത്തുകളാണ്. നിലമ്പൂരിലെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. ഇവിടെ വനമേഖലയിലും ബൂത്തുകളുണ്ട്. 3 ബൂത്തുകളാണ് ഇത്തരത്തിൽ വനമേഖലയിലുള്ളത്. ഇവിടെ രാവിലെ 5:30 മണിക്ക് തന്നെ പോളിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. മോക്ക് പോൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇവിടെ ഇപ്പോഴത്തെ മോക്ക് പോളിൻ്റെ ശേഷം അത് എണ്ണി തിട്ടപ്പെടുന്നൊരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആര്യ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് ബൂത്തിനകത്തുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ PV കുട്ടനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നൃപ്പനിലേക്ക് കൂടി പോവുകയാണ്. നൃപ്പൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 21 ദിവസത്തെ വാശിയേറിയ പരസ്യ പ്രചാരണങ്ങൾക്കും ആവേശമായ കൊട്ടിക്കലാശങ്ങൾക്കും ഒടുവിൽ ഇന്ന് നിലമ്പൂർ ജനത വിധി എഴുതുമ്പോൾ അത് എത്രത്തോളമായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വലിയ പോരാട്ടമാണ് നിലമ്പൂരിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. വികസനങ്ങൾ മുൻനിർത്തിയുള്ള LDF-ന്റെ പ്രചാരണം മണ്ഡലത്തിലുടനീളം സജീവ ചർച്ചയായിരുന്നു. ഒപ്പം തന്നെ UDF-നെ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങളും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും ആര്യ, പലതരത്തിലുള്ള വിവാദങ്ങൾ, വാശിയേറിയ പോരാട്ടം, 21 ദിവസത്തെ ശക്തമായ പരസ്യ പ്രചരണം, ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണം, ഇതൊക്കെ പൂർത്തിയാക്കി വലിയ ആവേശത്തോടെ മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമായി കഴിഞ്ഞ 3 ആഴ്ചക്കാലം നിലമ്പൂർ മാറിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. നിരവധി വിവാദങ്ങൾ ആര്യ സൂചിപ്പിച്ചതുപോലെ നടന്നു. ആ വിവാദങ്ങൾ ഒക്കെ എന്തായിരിക്കും നിലമ്പൂരിലെ ജനത നിലപാടെടുക്കുക എന്നതായിരിക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രാവിലെ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് സ്റ്റേഷനുകൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. 5:30 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗുകൾ ആരംഭിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിക്കുത്ത് LP സ്കൂളിലാണ്. നിലമ്പൂർ ടൗണിൽ തന്നെയുള്ള ആ സ്കൂളാണ്. ഇത് 184-ാമത് ബൂത്താണ്. ഇവിടെ തന്നെ 4 ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളിംഗ് സ്വൈര്യമായ നിരത്തിൽ സമാധാനപരമായി പോളിംഗ് നടപടികൾ നടത്താനുള്ള മുഴുവൻ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. 233 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അവിടെയെല്ലാം ഇതിനുള്ള സജ്ജീകരണങ്ങൾ മുഴുവൻ ഒരുക്കി കഴിഞ്ഞു. നേരത്തെ ഇന്ന് രാവിലെ മോക്ക് പോളിംഗ് ആരംഭിച്ച് 5:30-ക്ക് ആരംഭിച്ച് 6 മണിയോടുകൂടി തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ 11 സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, മത്സരരംഗത്ത് സജീവമായ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എല്ലാം പോളിംഗ് ഏജന്റുമാർ ഇവിടെ എത്തും. അതിനുശേഷം അവരുടെ സാന്നിധ്യത്തിൽ ഓരോ പോളിംഗ് ഏജന്റുമാർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകും. അത് പോളിംഗ് മെഷീനിൽ വിരലമർത്തി പോൾ രേഖപ്പെടുത്തിയ ശബ്ദം, ബീപ്പ് ശബ്ദം പരിശോധിക്കും. ഒപ്പം തന്നെ അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പ്രധാനപ്പെട്ട പോളിംഗ് ഓഫീസർ പരിശോധിക്കും. ഇതിനുശേഷം ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്രയാണെന്ന് പരിശോധിച്ച ശേഷം അത് ടോട്ടൽ കൗണ്ട് നടന്നിട്ടുണ്ടോ എന്ന് EVM മെഷീനിൽ പരിശോധിക്കും. അതിനുശേഷം ഓരോരുത്തരും ചെയ്ത വോട്ട് തന്നെയാണോ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന തരത്തിലുള്ള ക്രോസ് ചെക്കിംഗ് നടത്തും. ഇത് പൂർത്തിയാക്കിയ കഴിഞ്ഞാൽ മാത്രമാണ് മോക്ക് പോളിംഗിൻ്റെ പ്രൊസീജിയർ അവസാനിക്കുക. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. മുഖ്യ പോളിംഗ് ഓഫീസർ ഇത് സംബന്ധിച്ച പരിശോധന നടത്തി ഓരോ പോളിംഗ് ഓരോ രാഷ്ട്രീയ
ഓരോ സ്ഥാനാർത്ഥികളുടെയും പോളിംഗ് ഏജൻറ്റുമാർ അത് സ്ഥിരീകരിച്ച ശേഷമാണ് ഒരു EVM മെഷീൻ കുറ്റമറ്റതാണ്, അത് പോളിങ്ങിന് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടതാണെന്ന് ഉറപ്പ് ലഭിച്ച ശേഷം ആ മെഷീൻ ലോക്ക് ചെയ്ത് അതിനുശേഷം പോളിങ്ങിലേക്ക് കടക്കുകയാണ്. 6 മണിയോടുകൂടി ഈ പ്രൊസീജിയറെല്ലാം പൂർത്തിയാക്കി അടുത്ത് പോളിങ്ങിനുള്ള, അതായത് ജനറലായി വോട്ടർമാർക്ക് പോളിംഗ് ചെയ്യാനുള്ള അവസരങ്ങളിലേക്ക് പോകും. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെ തുടർന്ന് നിൽക്കുന്നതാണ് പോളിംഗ്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ വളരെ രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള ശ്രദ്ധാകേന്ദ്രമാണ് നിലമ്പൂർ. കാലാവസ്ഥ എങ്ങനെയായിരിക്കും, എത്ര ശതമാനം പോളിംഗ് നടക്കും, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെയും റിസൾട്ടിനെയും ഫലത്തെയും സ്വാധീനിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ എത്ര സമയം നീണ്ടു നിൽക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥ മെച്ചപ്പെട്ട കാലാവസ്ഥയായിരുന്നു. രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു എങ്കിലും നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഇന്നലെ കിട്ടി. പക്ഷേ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം മുഴുനീളം മഴയുണ്ടായിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മഴ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഴ, കാലാവസ്ഥ, ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ റിമോട്ടായിട്ടുള്ള ആദിവാസി മേഖലകളിൽ തന്നെ 3 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ശക്തമായ മഴയുണ്ടായാൽ അതെങ്ങനെ പോളിങ്ങിനെ ബാധിക്കും എന്നതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുണ്ട്. 3 മുന്നണികളാണ് ശക്തമായി രംഗത്തുള്ളത്. 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന് ഇടതുമുന്നണിയും മറ്റൊന്ന് UDFും. PV അൻവർ, കഴിഞ്ഞ തവണത്തെ സിറ്റിംഗ് MLA ആയിരുന്ന PV അൻവറും സ്ഥാനാർത്ഥിയായി സജീവമാണ്. BJP NDAയുടെ മുന്നണി സ്ഥാനാർത്ഥിയും മത്സര രംഗത്ത് സജീവമാണ്. ഇത്തരം ഈ 4 സ്ഥാനാർത്ഥികളും ശക്തമായി നിൽക്കുമ്പോൾ അടിയൊഴുക്കുകൾ, അതായത് പലതരത്തിലുള്ള വിവാദങ്ങൾ ഈ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായി. രാഷ്ട്രീയ വിവാദങ്ങൾ പല ഘട്ടത്തിൽ UDFനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിൽ നിർണായകമാകുന്ന വിഷയം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളാണ്. അതിനകത്ത് UDFനകത്ത് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്ന കാര്യം ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ PV അൻവർ എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ, ആ വോട്ട് ആർക്കാണ് വോട്ടിൽ കുറവ് വരിക, ആരെ വോട്ടാണ് ചോർത്തുക, ഇത്തരം കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അതുകൊണ്ട് പോളിങ്ങിൻ്റെ നടപടിക്രമങ്ങൾ എല്ലാ പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് സ്റ്റേഷനുകളും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. മോക്ക് പോളിംഗ് കൃത്യം 5:30 തന്നെ ആരംഭിച്ചു. അത് പൂർത്തിയാക്കിയതിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ വോട്ടർമാർക്ക് ബൂത്തുകളിലേക്ക് എത്തി വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ ഞാൻ നേരത്തെ ആര്യോട് സൂചിപ്പിച്ചതുപോലെ 4 പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ഒരു പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ വീട്ടിക്കുത്ത് എന്ന LP സ്കൂളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നിലമ്പൂർ ടൗണിൽ തന്നെയുള്ള പോളിംഗ് സ്റ്റേഷനാണ്. ഇവിടെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാട് ഷൗക്കത്ത് വോട്ട് ചെയ്യാൻ എത്തുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ അദ്ദേഹം ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 184ാമത് ബൂത്താണ്. ഇപ്പോൾ നമുക്ക് ആര്യ ദൃശ്യങ്ങളിൽ കാണാം. ഈ വോട്ട് രേഖപ്പെടുത്തിയതും ഒപ്പം തന്നെ മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളും അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുകയാണ്. അത് ഓരോ വോട്ടർമാരും, അതായത് ഓരോ പോളിംഗ് ഏജൻറ്റുമാരും, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പോളിംഗ് ഏജൻറ്റുമാരും ചെയ്ത വോട്ട് തന്നെയാണോ അവിടെ പോൾ ചെയ്യപ്പെട്ടത് എന്ന് പരിശോധിക്കുന്ന സ്ലിപ്പാണ് പുറത്തെടുത്തിട്ടുള്ളത്. ആ സ്ലിപ്പ് പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം ആകെ എത്ര വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്, അതിൽ അതാത് സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തിയ വോട്ട് തന്നെയാണോ പോൾ ചെയ്യപ്പെട്ടത് എന്നിവ പ്രത്യേകം ക്രോസ് ചെക്ക് ചെയ്ത ശേഷമാണ് പ്രധാനപ്പെട്ട പോളിംഗ് ഓഫീസർ ഇത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണം നടത്തി EVM മെഷീൻ കുറ്റമറ്റതാണ് എന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ഇതിന് സജ്ജമാവുക. അതിൻ്റെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ആര്യ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ വിവാദങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും പരസ്യ പ്രചരണത്തിനും ഒക്കെ ശേഷം നിലമ്പൂരിലെ ജനങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലെ ജനവിധിയാണ്. അത് ഭാവി കേരള രാഷ്ട്രീയത്തിൻ്റെ ദിശാസൂചികയായി മാറും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കരുതി കാത്തിരിക്കുന്നത്. ആര്യ.